ഇപ്പൊ നമ്മളൊരു ഉപദേശ മന്ത്രമൊക്കെ സ്വീകരിച്ചു. ആ മന്ത്രം നമ്മുടെ മനസ്സിനകത്തിട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മനനം ചെയ്ത് ഇങ്ങനെ ധ്യാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ശബ്ദം പുറത്ത് കേൾക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. 3 രീതിയിലാണ് മന്ത്രം ജപിക്കാവുന്നത്. ഒന്ന്, മനനം ചെയ്ത് ഉള്ളില് അങ്ങനെ ജപിക്കാം. അപ്പോഴതും മന്ത്രമാണ്. അപ്പം മനനേന പ്രായതീന, അതിന്റെ ആശയമൊക്കെ ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ മന്ത്രം ജപിക്കാൻ പറ്റും. രണ്ടാമത് ഉപാംശു എന്ന് പറയാം. അതായത് ചുണ്ടടക്കിക്കൊണ്ട് ഇങ്ങനെ ജപിക്കാൻ പറ്റും. അങ്ങനെ ജപിക്കാം. മൂന്നാമത്തേതാണ് വൈഖരി ജപം. അതായത് 4 ദിക്കിലും കേൾക്കണം, അതുപോലെ മന്ത്രം ജപിക്കണം. കേൾക്കുന്നുണ്ടല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരു 90% ആൾക്കാരും ഒന്നുകിൽ ഉള്ളി ജപിക്കുന്നവരോ അല്ലെങ്കിൽ ഉപാംശുക്കളോ അല്ലേ, ചുണ്ടലക്കി ജപിക്കുന്നുണ്ട്. ഇപ്പൊ മോളൊക്കെ അത് ചുണ്ടലക്കി ജപിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാര് ഇങ്ങനെ പോരാ. എന്താ കാര്യം അറിയാമോ? നമ്മൾ കുറച്ച് ഉറക്കെ ജപിക്കണം. ഉറക്കെ ജപിച്ചിട്ട് ആ ശബ്ദത്തിനകത്ത് നമ്മുടെ മനസ്സ് നിൽക്കണം. അത് നമ്മൾ കേൾക്കണം. എന്താ നമ്മൾ പറയത്തില്ലയോ, കലിയിൽ നാമസങ്കീർത്തനം എന്ന് പറയില്ലേ? കലിയില് നാമസങ്കീർത്തനം. നോക്കെ, നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെയുള്ളതായ സമയത്ത് പാട്ട് കേട്ട് അതിനകത്ത് ലയിച്ചേ പെട്ടെന്ന് മനസ്സ് ശാന്തമാകുന്നുണ്ടില്ലേ? ശാന്തമാകില്ലയോ? അപ്പൊ ആ നാമസങ്കീർത്തനത്തിൽ മനസ്സ് ലയിച്ചു കഴിഞ്ഞപ്പോഴെന്തായി? കലി പോയി തൽക്കാലം. കലി പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണോ അല്ലേ? ആത്മപ്രകാശം ഉത്പന്നം അപ്പോൾ കലി ശമിച്ചിടും എന്നാ ഭാഗവതം പറയുക. നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ആത്മപ്രകാശം ഉണ്ടാകുന്നത്, അത് ദുഷ്ടമാകുന്നത്, ആ സമയത്ത് കലി ശമിച്ചു. അപ്പൊ കലി പുറത്തുണ്ടായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ നിന്ന് കലി പോകും. എപ്പോഴേ? ഈ ആത്മപ്രകാശം കാണുമ്പോഴില്ലേ? അതിലേക്കുള്ള ഒരു പാതയാണ്, ദിശന്തിയാണ് എന്ത്? ഈ നാമസങ്കീർത്തനം. അതോ ഇല്ലയോ? അപ്പൊ എപ്പോഴും നമ്മൾ പാട്ടൊക്കെ പാടിയൊക്കെ രസിച്ചോ, നല്ലതൊക്കെ തന്നെ. പക്ഷെ പറഞ്ഞ ഒരു പ്രശ്നമുണ്ടെന്നേ, പാട്ടും ഈ നാമവും തമ്മില്, സാധാരണ പാട്ടും നമ്മൾ ചൊല്ലുന്നതായ മന്ത്രങ്ങൾ തമ്മില് ഒരു വ്യത്യാസമുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. നിങ്ങള് ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരല്ല അല്ലയോ? ആണോ ഇല്ലയോ? ആണ്. അപ്പൊ നിങ്ങൾ ഇത് കേട്ടെന്നെ പറയാം, ഞാൻ ഭാഗവതത്തിലെ ഒരു കാര്യവും പറയുന്നില്ലല്ലോ, ചുമ്മാതെ ഇങ്ങനെ പുറത്തെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വിചാരം പറഞ്ഞുണ്ടോ? വിചാരമുണ്ടോ? ഇതുവരെ ഭാഗവതം തുറന്നുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞില്ല, ചുമ്മാതെ സമയം 1 മണിക്കൂർ ആവുകയും ചെയ്ത് ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിചാരമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചോ കുറച്ച് നേരം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ അധികം എന്നുള്ളതാണ്. ഈ ലളിതാ സഹസ്രനാമത്തിന്റെ നമ്മളെല്ലാ മന്ത്രത്തിലും ഉണ്ടല്ലോ ഋഷി, ഛന്ദസ്, ദേവത അല്ലെ? ലളിതാ സഹസ്രനാമത്തിന്റെ ദേവത മഹാത്മ്യം ശ്രദ്ധിക്കുക. പക്ഷെ അതിന്റെ ഋഷി വാഗ്ദേവതകളാണ് എന്ന് പറയും. ആരാണ്? വാഗ്ദേവതകൾ. സ്വരാക്ഷര സ്വരൂപിണി വശിന്യേ നമഃ, കവർഗ സ്വരൂപിണി കാമേശ്വരിയെ നമഃ, ചവർഗ സ്വരൂപിണി മോദിനിയെ നമഃ തുടങ്ങി ഇങ്ങനെ 51 അക്ഷരങ്ങൾക്കും ദേവതകളുണ്ട്. അതിനെ 8ആയിട്ട് വീതിച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് കവർഗം, ചവർഗം, പവർഗം, തവർഗം, പിന്നെ യാഗ ലാഭ ശാസാഹ സ്വരൂപിണി കൗലിന്യേ നമഃ ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ അക്ഷരത്തിന്റെ ദേവതകളാണ് അതിന്റെ ഋഷി. എന്തോ മനസ്സിലായി? ഈ അക്ഷരത്തിന്റെ ദേവതകൾ വല്ലതും വന്നിരുന്നു കൊണ്ട് ഈ സഹസ്രനാമം എഴുതി എന്നാണോ അതിന്റെ സാരം? എന്നാണോ? അല്ല. ഋഷി എന്ന് പറഞ്ഞാൽ ഋതം ദൃശ്യതേ, അതായത് അതിന്റെ ആ പ്രകാശത്തെ അല്ലെങ്കിൽ ആ സത്യത്തെ അറിഞ്ഞവൻ എന്നാണ് അതിന്റെ അർത്ഥം, ഇല്ലേ? അപ്പം ലളിതാ സഹസ്രനാമത്തിന്റെ ഉൽപ്പന്നം തന്നെ അക്ഷരശക്തികളിൽ നിന്നാണെന്ന അതിന്റെ സാരം. എന്താണ്? ലളിതാ സഹസ്രനാമം രചിച്ചത് ആരും ആയിക്കോട്ടെ, അതിന്റെ ഉൽപ്പത്തി, അതിന്റെ മൂലം ഇവിടെ നിന്നാണ്? അക്ഷരങ്ങളുടെ ശക്തിയിൽ നിന്നാണ്. അക്ഷരങ്ങൾ ചേർന്നാണ് വാക്കാകുന്നത്, ഇല്ലേ? വാക്കിന്റെ ശക്തിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് വാഗ്ദേവത. ആ വാഗ്ദേവതകളാണ് ആര്? ഋഷികൾ എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പം ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ ശക്തിവിശേഷങ്ങളുണ്ട്, ഇല്ലേ? അതുകൊണ്ടല്ലയോ ഹ്രീം, ക്ലീം, ഐം എന്നൊക്കെ പറയുന്നത് അക്ഷരങ്ങളെ ചേർത്ത് വെച്ച ബീജാക്ഷരങ്ങളാണ്.
എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലെ ശക്തിയെ നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിൽ അക്ഷരങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന ശക്തിയുടെ ബീജമാണ് എന്ത് ബീജാക്ഷരങ്ങൾ എന്ന് സാരം. ഐം, ഹ്രീം, ക്ലീം പല അക്ഷരങ്ങളെ ചേർത്ത് വെച്ചതല്ലേ. അപ്പോൾ ആ അക്ഷരങ്ങളെ ചേർത്ത് വെച്ചത് ഉച്ചരിക്കുമ്പോൾ അതിൽ നിന്നും പ്രത്യേക രീതിയിലുള്ളതായ എന്തുണ്ടാകുന്നു? ഊർജം ഉണ്ടാകുന്നു, ഊർജത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അല്ലേ? അപ്പൊ അതുകൊണ്ട് മന്ത്രോച്ചാരണത്തിനകത്ത് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ഉച്ചാരണ ശുദ്ധിയോട് നാമം ജപിക്കുക. എന്താണ്? മന്ത്രങ്ങള് ഉച്ചാരണ ശുദ്ധിയോട് ദൃഢവും സ്ഫുടവുമായിട്ട് നാമം ജപിക്കുമ്പോഴേ ആ ഉദ്ദേശിക്കുന്നതായ ഫലം എന്തിനുണ്ടാകത്തുള്ളൂ? ആ ജപത്തിന് ഉണ്ടാകത്തുള്ളൂ. ആശയം കിട്ടുന്നുണ്ടോ? ഓം അല്ലാതെ ഇപ്പം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമസിംഹാസനേ ചിദഗ്നികുണ്ഠ സംഭൂതാദി അവകാശ സമുദ്യത ഇങ്ങനെ ജപിക്കാം അല്ലേ? ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഠ സംഭൂത ദേവകാര്യ സമുദ്യത ഇങ്ങനെ ജപിക്കാം അല്ലേ? അതുകൊണ്ട് അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് വേണം മന്ത്രം ജപിക്കേണ്ടുന്നത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ ലളിതാ സഹസ്രനാമം ആർക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നത് ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയല്ലേ നമ്മൾ കേട്ടുള്ളത്? അങ്ങനല്ലേ? ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഹയഗ്രീവനായിട്ട് നിന്നുകൊണ്ട് ഉപദേശിച്ചു കൊടുത്തു. വിഷ്ണുവിന്റെ ഹയഗ്രീവ രൂപം. നമ്മൾ ഇന്ന് ഭാഗവതത്തിൽ ആദ്യമേ ഭഗവാന്റെ അവതാരത്തെ കുറിച്ചാണ് പഠിച്ചത്. ഹയഗ്രീവ അവതാരത്തെ കുറിച്ചാണ് ആദ്യമേ നമ്മൾ പഠിച്ചത്. ആ ഹയഗ്രീവമൂർത്തിയാണ് ഉപദേശിച്ചു കൊടുത്തത്. അപ്പൊ എനിക്കൊരു സംശയം, ഈ ഭഗവാൻ ഇങ്ങനെ നേരത്തെ ഇങ്ങോട്ട് വന്നൊരു മനുഷ്യരൂപത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങ് പറഞ്ഞാൽ കൊടുത്തായിരുന്നോ? കുതിരത്തലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണപ്പെട്ട മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എന്നാ പിന്നെ നേരെ ചെറിയ വന്നിട്ടൊരു മനുഷ്യ രൂപത്തിൽ അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരായിരുന്നോ? അല്ലേ? അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലയോ? അപ്പൊ അതിന്റെ സാരം അതൊരു പ്രതീകാത്മകമായ വർണ്ണനയാണ്. അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് സാരം. അതോ ഇല്ലേ? എല്ലാ പ്രതീകങ്ങളും ആ പ്രതീകത്തിന്റെ പിന്നിൽ എന്തോ സങ്കല്പമുണ്ട്. അതോ ഇല്ലേ? ആ സങ്കല്പത്തെ നമ്മൾ അറിയണം എന്നുള്ളതാണ് അതിന്റെ സാരം. ശബ്ദത്തിന് പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന 4 അവസ്ഥകളുണ്ട്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയണം എന്ന് വിചാരിക്കുമ്പോൾ എന്റെ ബ്രെയിനകത്ത് ആദ്യമേ അതിന്റെ സൂക്ഷ്മമായ സ്പന്ദനം ഉണ്ടായിരിക്കും. പര, നിങ്ങൾ അറിഞ്ഞോ? പശ്യന്തി, അത് കുറെ കൂടി സ്ഥൂലമായി കഴിയുമ്പോൾ, അത് എന്റെ മനസ്സിനോട് ചേർന്ന് കഴിയുമ്പോൾ അത് പശ്യന്തിയായി. അതെന്റെ ഈ താലു, ഓട്ടം അതിനോടൊക്കെ ചേർന്ന് കഴിയുമ്പോൾ എന്റെ കണ്ഠനാളത്തിൽ വന്നിട്ട് അത് അക്ഷരങ്ങളായിട്ട് രൂപപ്പെട്ട് വാക്കായി എന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുമ്പോൾ അതെന്തായി? മധ്യമയായി. ഇപ്പോഴും നിങ്ങൾ വല്ലതും കേട്ടോ? എന്നിൽ എന്തെങ്കിലും ആശയം നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയില്ല. കിട്ടുവോ? കിട്ടത്തുമില്ല. മറിച്ച് അത് വൈഖരിയായി 4 ഭാഗത്തേക്കും ഇങ്ങനെ വ്യാപരിക്കാൻ പറ്റാവുന്ന രീതിയിൽ എന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് എന്നിൽ നിന്നും നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നത്. അതോ ഇല്ലയോ? അതോ ഇല്ലേ? അപ്പൊ 3 തലങ്ങൾ എന്റെ ഉള്ളിലാണ്. വൈഖരിയായി പുറത്തേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് എന്നിൽ നിന്നും വല്ലതും കിട്ടുന്നുള്ളൂ, ഇല്ലേ? അപ്പം ഈ വൈഖരിയായി പുറത്തേക്ക് വരുമ്പോൾ ആ ശബ്ദം 4 ദിക്കിലും ഇങ്ങനെ ഒരുപോലെ വ്യാപരിക്കത്തില്ലേ? അതോ ഇല്ലേ? അപ്പം 4 ദിക്കിലും ഒരുപോലെ വ്യാപരിക്കുന്നു എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് അശ്വം. എന്താണ് അശ്വം? സൂര്യൻ വരുന്നത് പ്രകാശത്തിൽ കൂടിയാണ് നമ്മളിലേക്ക്, ഇല്ലേ? ആ സൂര്യപ്രകാശത്തെ വിളിക്കുന്ന പേര് അശ്വം എന്ന. അതുകൊണ്ടാണ് കുതിരയെ കെട്ടിയ വണ്ടിയിലാണ് ആര് വരുന്നത്? സൂര്യൻ വരുന്നത് എന്നൊക്കെ കാവ്യാത്മകമായ വർണ്ണന. എന്തിനാ സൂര്യപ്രകാശത്തിന് അശ്വം എന്നുള്ള പേര് കിട്ടിയേ? ഒന്ന്, അതിന്റെ വേഗത കൊണ്ടും എല്ലാ ദിക്കിലേക്കും വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ടും അശ്വം കിട്ടിയോ? അപ്പോഴ് ഈ വൈഖരി രൂപത്തെ എല്ലാ ദിശയിലേക്കും വ്യാപരിക്കുന്നു എന്നുള്ളതായ ആ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു കുതിരത്തല പ്രയോഗിച്ചിരിക്കുന്നത്. അശ്വം കിട്ടിയോ? അപ്പം പര, പശ്യന്തി, മധ്യമ എന്ന് പറയുന്ന 4 തലങ്ങൾ ഉപദേശിച്ചവന്റെ ഉള്ളിലായിരിക്കുമ്പോൾ
വൈഖരി രൂപത്തിൽ കൂടി പുറത്തു വന്നാണ് ലളിതാ സഹസ്രനാമം ആ ശിഷ്യൻ കേട്ടത്. നിങ്ങൾ വേറൊരു ഗുരുവിനെ കണ്ടു കാണും, ദക്ഷിണാമൂർത്തി ഇല്ലേ? മൗനം കൊണ്ട് വാചാലന. ഗുരുവും മൗനത്തിലാണ്, ശിഷ്യന്മാരും മൗനത്തിലാണ്. പക്ഷേ ഉപദേശം തകൃതിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയില്ലയോ? അങ്ങനല്ലേ? മൗനിയായിരിക്കുന്നു ഗുരു, ശിഷ്യന്മാരും മൗനികളാണ്. ആ തലത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം പകർന്നു തരാൻ ഞാൻ ദക്ഷിണാമൂർത്തിയാ? അല്ലെങ്കിൽ നിങ്ങൾ ആ തലത്തിലേക്ക് എത്തിയതായ ശിഷ്യന്മാരാ? ഒന്നുമല്ല. അപ്പൊ പിന്നെ ആ തലത്തിൽ എത്താത്ത സാധാരണക്കാരായ നമ്മളെ പോലുള്ളവർക്ക് നാമം ജപിക്കണമെന്നുണ്ടെങ്കിൽ, അതിന്റെ ആശയങ്ങൾ പിടികിട്ട് നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ വേണം? വൈഖരി രൂപത്തിൽ ജപിക്കണം. എങ്ങനെയാണ്? പുറത്ത് കേൾക്കാൻ പറ്റാവുന്ന, 4 ദിക്കിലും ശബ്ദം വ്യാപരിക്കാൻ പറ്റാവുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ ലളിതാ സഹസ്രനാമം ജപിക്കാൻ. അശുപിടി കിട്ടിയോ? മനസ്സിനെ വിളിക്കുന്ന പേരാണ് അഗസ്ത്യൻ. അഗസ്ത്യൻ എന്ന് പറഞ്ഞ മുനി വേദയുണ്ട്, അത് പൊയ്ക്കോട്ടെ. മിത്രാവരുണന്മാർക്ക് ഉർവശിയിൽ ഉണ്ടായതായ 2 പുത്രന്മാരാണ് അഗസ്ത്യനും അതുപോലെ വസിഷ്ഠനും എന്ന് കഥ പറയും അല്ലേ? കേട്ടില്ലേ ആ കഥയൊക്കെ? മിത്രാവരുണന്മാർ. യഥാർത്ഥ അഗസ്ത്യൻ അങ്ങനെ മിത്രാവരുണന്മാർക്ക് ഉർവശിയിൽ കൂടി ഉണ്ടായത് വല്ലതും ആണോ? അല്ല. അപ്പൊ അത് അവിടെ കഥാരൂപത്തിൽ കൂടി നമുക്ക് ചില ആശയങ്ങൾ തരികയാണ് ചെയ്യുന്നത് അല്ലേ? അതിപ്പോഴാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ പറഞ്ഞ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോട്ടെ. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഗസ്ത്യൻ എന്ന് ഇപ്പോൾ എപ്പോഴും കുറച്ച് സസ്പെൻസ് വെക്കണം. നിങ്ങൾക്ക് പ്രഭാഷണം കേൾക്കാൻ പറ്റത്തുള്ളൂ. വേണ്ട, അമ്മയ്ക്ക് വിഷമം വേണ്ട. മിത്രാവരുണൻ, ഉദയസൂര്യനെ വിളിക്കുന്ന പേരാണ് മിത്രൻ. എന്താണ്? മിത്രൻ. അസ്തമനസൂര്യനെ വിളിക്കുന്ന പേരാണ് വരുണൻ. അപ്പൊ മിത്രനും വർണ്ണനും കൂടെ ചേർന്നതാണ് പകല്. അതൊന്നില്ലേ? ആ പകലിനൊരു ദേവത ഉർവശി. ഈ പകൽ സമയത്ത് നമ്മള് എന്താ, ഈ പകലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നില്ലേ? മനസ്സിനകത്ത് എപ്പോഴും എന്തെങ്കിലും വസ്തുജ്ഞാനം ഉണ്ടായിരിക്കത്തില്ലയോ? ഏതെങ്കിലും വിഷയത്തെ കുറിച്ചുള്ള ഒരു വിഷയം ഉണ്ടാവില്ലേ? മനസ്സിലല്ലേ? അതുകൊണ്ട് മനസ്സും വസ്തുജ്ഞാനവും ഒരുപോലെ നിൽക്കുന്നതാണ്. വസ്തുജ്ഞാനമാണ് വസിഷ്ഠൻ, മനസ്സാണ് അഗസ്ത്യൻ. അത് ആരും കൂടി ഉണ്ടാകുന്നു? പകലാകുന്ന മിത്രാവരുണന്മാരിൽ കൂടി ഉണ്ടാകുന്നു, സൂര്യൻ കൂടി ഉണ്ടാകുന്നു. രാത്രി ഉറക്കമില്ലയോ? അതോ ഇല്ലയോ? ഈ തത്വത്തെയാണ് അവിടെ ആ കഥയായിട്ട് പറയുന്നത്. അത് പോയിക്കോട്ടെ. അപ്പൊ ഇവിടെ മനസ്സാനന്ദ അഗസ്ത്യൻ. അശുഭി കിട്ടിയല്ലേ? മനസ്സാനന്ദ അഗസ്ത്യൻ. അപ്പോഴേ അഗസ്ത്യൻ കേൾക്കണം. നമ്മൾ നാമം ജപിക്കുന്നത് ആര് കേൾക്കണം? അഗസ്ത്യൻ കേൾക്കണം. ആരാണ് അഗസ്ത്യൻ? നമ്മുടെ മനസ്സാ. അതോ ഇല്ലേ? അപ്പൊ നമ്മളെ ഉറക്കെ ജപിക്കുകയും വേണം. ആ ജപിക്കുന്നതായ ആ മന്ത്രം അക്ഷര സ്ഫുടതയോട് ജപിക്കണം. അത് നമ്മുടെ മനസ്സ് കേൾക്കുകയും വേണം. വേണോ? വേണ്ടായോ? അപ്പോഴാണ് നമ്മളെ പോലുള്ളവർക്ക് മന്ത്രജപം ഭദ്രമാകുന്നത്. മനോമേ വാചി പ്രതിഷ്ഠിത, വാക്മേ മനസ്സി പ്രതിഷ്ഠിത. എന്റെ വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും ചേർന്ന് നിൽക്കുന്നത് ആകണം. അങ്ങനെ ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ ശിവസങ്കല്പങ്ങൾ ഉണ്ടായി എന്ത് വേണം? അതിനുള്ളതായ പുണ്യത്തെ സമ്പാദിച്ചത് ആകണം മനസ്സ്. അശുഭിട്ടുണ്ടല്ലോ, ഇത്ര ഭാഗം കിട്ടിയില്ലേ? അപ്പോഴേ ഈ പറഞ്ഞതിന്റെ സാരം ഇവിടെ നിന്നും കൊണ്ട് ഇങ്ങനെ ചുമ്മാ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തുതേ എന്ന് ജപിച്ചാൽ പോരാ. മറിച്ച് അങ്ങനെ ജപിക്കണം. സർവമംഗളമംഗല്യേ ജപിച്ചേ. ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.